ഗുഡ് മോർണിംഗ് എവരിബഡി. ഏവർക്ക് SND ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി എൻ്റെ ക്ലാസ്സുകൾ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ +1 മൂന്നാമത്തെ യൂണിറ്റിലെ പത്ഥർ കി ബെഞ്ച് എന്ന കവിതയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ കവിത പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ നോട്ട്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പത്ഥർ കി ബെഞ്ച് എന്ന കവിത എഴുതിയത് ചന്ദ്രകാന്ത് ദേവതാലയാണ്. അപ്പോൾ പത്ഥർ കി ബെഞ്ച് എന്ന കവിതയിലേക്ക് നമുക്ക് കിടക്കാം. കല്ല് കൊണ്ടുണ്ടാക്കിയ ബെഞ്ച്. പത്ഥർ കി ബെഞ്ച് ജിസ് പർ രോത്താ ഹുവാ ബച്ച ബിസ്കുറ്റ് കുതിർത്ത ചുപ്പ് ഹോ രഹായ. നമ്മൾ ആദ്യം കാണുന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ കല്ല് വെച്ചുള്ള ഈ ബെഞ്ചിലോ ഒരു കുട്ടി ഇരുന്ന് കരയുന്ന കാഴ്ചയാണ്. പക്ഷേ ഒരു ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് അവൻ ശാന്തനായി. അതാണ് ആദ്യത്തെ 3 വരികളിലെ അർത്ഥം. അതായത് കല്ല് വെച്ചുണ്ടാക്കിയ ഈ ബെഞ്ചിൽ ഒരു കുട്ടി ഇരുന്ന് കരയുകയാണ്, പക്ഷേ ഒരു ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് അവൻ ശാന്തനായി. ഇനി അടുത്ത ദൃശ്യത്തിലേക്ക് കടക്കാം. ജിസ്പരേക്ക് ധക്കാ യുവക്. അവിടെ ഒരു ക്ഷീണിതനായ ഒരു യുവാവ് ഇരിപ്പുണ്ട്. അയാൾ എന്ത് ചെയ്യുക? അപ്പനെ കുചലേ ഹുയേ സപ്പനോങ്കോ സഹൽ രഹായ. രണ്ടാം ദൃശ്യത്തിൽ അതേ ബെഞ്ചിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരു യുവാവ് തൻ്റെ തകർന്ന ജീവിത സ്വപ്നങ്ങളെ താലോലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ടാം ദൃശ്യത്തിൽ. ഇനി മൂന്നാം ദൃശ്യം എന്താണ്? ജിസ് പർ ഹാത്തോം സെ ആംഖേൻ ടാപ്പ് ഏക് റിട്ടേർഡ് ബൂട്ട ഫർ ദോപഹരി സോ രഹായ. ദോപഹരി എന്ന് വെച്ചാൽ ഉച്ചസമയം. ഈ ബെഞ്ചിൽ മൂന്നാം ദൃശ്യത്തിൽ സ്വന്തം കണ്ണുകൾ കൈകൊണ്ട് മൂടി പിടിച്ചുകൊണ്ട് പെൻഷൻ പറ്റിയ ഒരു വൃദ്ധൻ, അതായത് റിട്ടയേർഡ് ബൂട്ട, പെൻഷൻ പറ്റിയ ഒരു വൃദ്ധൻ നട്ടുച്ച നേരത്ത് ആ ബെഞ്ചിൽ സോരഹായ കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി നാലാം ദൃശ്യത്തിലേക്ക് പോവാം. ജിസ്പർ വേ ദോനോ ജിന്ദഗി കെ സപ്പനെ ബുൻ രഹേ ഹേ. ഇനി നമ്മൾ അടുത്ത ദൃശ്യത്തിൽ കാണുന്നതെന്ന് പറയുന്നത് ഒരു പ്രേമ ജോഡി, അതായത് പരസ്പരം സ്നേഹിക്കുന്നവർ പാർക്കിലെ കൽബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ജിന്ദഗി കെ സപ്പനെ ബുൻ രഹേ ഹേ, ജീവിത സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന കാഴ്ചയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തിൽ പത്ഥർ കി ബെഞ്ച് ജിസ് പർ അങ്കിത് ഹേ ആൻസു തഖാൻ വിശ്രാം ഓർ പ്രേം കി സ്മൃതിയ. ഈ കൽബെഞ്ചിൽ എത്രയോ മനുഷ്യരുടെ കണ്ണുനീരും ക്ഷീണവും വിശ്രമവും പ്രേമത്തിൻ്റെ ഓർമ്മകളും എല്ലാം അടയാളപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൽബെഞ്ചിലെ എത്രയോ മനുഷ്യരുടെ കണ്ണുനീര്, ക്ഷീണവും വിശ്രമവും പ്രേമത്തിൻ്റെ ഓർമ്മകളും അടയാളപ്പെട്ടിരിക്കുകയാണ്. ഇസ് പത്ഥർ കി ബെഞ്ച് കെ ലിയേ ഭി ശുരു ഹോ സക്താ ഹേ കിസി ദിൻ ഹത്യാവോം കാ സിൽസില. ഈ കൽബെഞ്ചിന് വേണ്ടി കൊലപാതകങ്ങളുടെ പരമ്പരയും ഒരുപക്ഷെ ഇവിടെ ആരംഭിക്കാം. ശുരു ഹോന ആരംഭിക്കുക, ഹത്യ കൊലപാതകം, സിൽസില പരമ്പര, അല്ലേ? ഈ കൽബെഞ്ചിന് വേണ്ടിയിട്ട് കൊലപാതകങ്ങളുടെ പരമ്പരയും ഒരുപക്ഷെ ആരംഭിക്കുമായിരിക്കാം. ഇസേ ഉഖാഡ് കർ ലേ ജായ അഥവാ തോടാ ഭി ജാ സക്താ ഹേ. അങ്ങനെ ഇതിനെ ഇവിടെ നിന്ന് ഉഖാഡ് കർ, അതായത് പിഴുതെടുത്ത് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലെങ്കിലോ ഇതിനെ തോടിന മാറ്റപ്പെടുക, അല്ലെ തല്ലിപ്പൊട്ടിച്ച് തകർക്കാനും വേണമെങ്കിൽ സാധിക്കും എന്നൊരർത്ഥവും കൂടിയുണ്ട്. പതാ നഹീ സബ്സെ പെഹലെ കോൻ ആസീൻ ഹുവാ ഹോഗാ ഇസ് പത്ഥർ കി ബെഞ്ച് പർ. ആർക്കറിയാം ഈ കൽബെഞ്ചിൽ ആരാണ് ആദ്യം ഇരുന്നതെന്ന്? പതാ നഹീ, അറിയത്തില്ല. സബ്സെ പെഹലെ, ആരായിരിക്കും ആദ്യം ഇതിൽ ആസീൻ ഹുവ എന്ന് വെച്ചെന്നാണ് ഇരിക്കുക. ആദ്യമായി ഈ കൽബെഞ്ചിൽ ഇരുന്നത് ആരായിരിക്കും എന്നത് അറിയില്ല. ഇത്രയാണ് പത്ഥർ കി ബെഞ്ച് എന്ന് പറയുന്ന കവിത. ഇനി ഈ പത്ഥർ കി ബെഞ്ച് എന്ന കവിതയിലെ നോട്ട്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പത്ഥർ കി ബെഞ്ച് പർ കോൻ കോൻ ബൈഠേ ഹേ. കല്ല് വെച്ചുണ്ടാക്കിയ ഈ ബെഞ്ചിൽ ആരൊക്കെ ഇരിക്കുന്ന? ബച്ച, യുവക്, ബൂഠ, പ്രേമി, പ്രേമിക, ഇത്രയും പേരാണ് ഇരുന്നിട്ടുള്ളത്, അല്ലേ? ബച്ച ക്യാ കർ രഹാ ഥാ. കുട്ടി എന്താ ചെയ്യുന്നത്? രോത്താ ഹുവ ബച്ച ബിസ്കുറ്റ് കുതിർത്തെ ചുപ്പ് ഹോ രഹായ. കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടി ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് നിശബ്ദനാവുന്നു.
യുവവ് ക്യാ കർ രഹാ ഹെ, യുവാവ് എന്താ ചെയ്യുന്ന, അപ്പനെ കുചലെ ഹുയെ സപ്പനോ കോ സഹൽ രഹാ, തൻ്റെ തകർന്ന സ്വപ്നങ്ങളെ തലോടുകയാണ്. റിട്ടയർഡ് ബൂട്ട ക്യാ കർ രഹാ ഹെ, റിട്ടയർഡായ ആ വൃദ്ധൻ എന്ത് ചെയ്യുകയാണ്, ഹാത്തോം സെ ആങ്ക് ആൻഡ് ടാപ്പ് ഫർ, അതായത് കൈകൾ കൊണ്ട് കണ്ണുകൾ അടച്ചിട്ട് ഉച്ച സമയത്ത് സോ രഹാ ഹെ, ഉറങ്ങുകയാണ്. ദോപഹരി സോ രഹാ ഹെ. ഇനി 5th ക്വസ്റ്റ്യൻ ഇതാണ്, വേ ദോനോ കോൻ കോനെ, അവർ രണ്ടുപേരും എന്നിവിടെ പറയുന്നുണ്ട്. അവർ ആരൊക്കെയാണ്, അവരെന്താണ് ചെയ്യുന്നത്. വേ ക്യാ കർ രഹേ, വേ ദോനോ പ്രേമി പ്രേമിക ഹേ, അതായത് പരസ്പരം സ്നേഹിക്കുന്ന ആൾക്കാരാണ്, പ്രേമിയും പ്രേമികയുമാണ്. വേ സിന്ദഗിക്ക് സപ്പനെ ബുൻ രഹേ, അവരവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സബ് പത്തർ കി ബെഞ്ച് കാ സഹാര ലിയാക്യോ, എല്ലാവരും കല്ലുകൊണ്ടുണ്ടാക്കിയ ഈ ബെഞ്ചിനെ ആശ്രയിച്ചു. എന്തുകൊണ്ടാണ്, പത്തർ കി ബെഞ്ച് കിസി കി നിജി സാമഗ്രി നഹി, ഈ കല്ല് വെച്ചുള്ള ബെഞ്ച് എന്ന് പറയുന്നത് ആരുടെയും സ്വന്തം സമ്പത്തല്ല. ബെഞ്ച് പാർക്ക് മേ ഉപസ്ഥിത, ഈ ബെഞ്ച് കിടക്കുന്നത് പാർക്കിലാണ്. കോയി ഉസ് പർ ജാക്കർ ബൈഠ് സക്ത, ആർക്ക് വേണമെങ്കിലും, അത് പൊതുവകയാണ്, അപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് വന്നിരിക്കാം. ബെച്ച, യുവക് ഓർ ബൂട്ട തീനോ അപ്പനെ അപ്പനെ വിക്കറ്റ് സമയമേഹെ, അതായത് കുട്ടിയും യുവാവും വൃദ്ധനും എല്ലാം അവരുടെ വിഷമ പരിസ്ഥിതിയിലാണ്. വിശ്രാം കർണേക്കയിലെ, വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3 പേരും ഈ കല്ല് വെച്ചുണ്ടാക്കി ഈ പാർക്കിലെ ബെഞ്ചിൽ വന്ന് ഇരിക്കുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, പത്തർ കി ബെഞ്ചിൻ്റെ ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. ഈ ആസ്വാദനക്കുറിപ്പ് പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ഏത് വരികൾ ചോദിച്ചാലും അതിൻ്റെ ആശയം എഴുതാൻ സഹായിക്കും. അതുകൊണ്ട് ഈ പത്തർ കി ബെഞ്ച് എന്ന ഈ കവിതയുടെ ആസ്വാദനക്കുറിപ്പ് നന്നായി പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, അപ്പം നോക്കി, ആദ്യം കവിയെക്കുറിച്ചൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. പത്തർ കി ബെഞ്ച് സമകാലീന കവിത ഹെ, സമകാലീന കവിതയാണിത്. കവി ചന്ദ്രകാന്ത് ദേവതാല ഹെ, ഈ കവിയുടെ പേര് ചന്ദ്രകാന്ത് ദേവതാല എന്നാണ്. കവി ദേഖ്തേ ഹെ കി, കവി കാണുന്നത് പാർക്ക് മേ വർഷവും പുരാനി ഏക്ക് പത്തർ കി ബെഞ്ച് പടി ഹെ, കവി കാണുന്നത് എന്താണ്, പാർക്കിൽ വർഷങ്ങൾ പഴക്കമുള്ളൊരു കല്ല് വെച്ചുള്ള ബെഞ്ച് കിടക്കുന്നതാണ്. കവി ഉസ് ബെഞ്ച് കെ 4 ദൃശ്യ ഹമാരെ സാമനെ ചിത്രിത കർത്തേ, കവി ഈ ബെഞ്ചിലുള്ള 4 ദൃശ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ചിത്രീകരിക്കുന്നത്. ആദ്യത്തെ ദൃശ്യം എന്ന് പറയുന്ന ഒരു കുട്ടി, ഏക്ക് ബച്ച രോത്തെ ഹുയെ പത്തർ കി ബെഞ്ച് പർ ബൈഠ് രഹ, കരഞ്ഞുകൊണ്ട് ആ കല്ല് വെച്ചുള്ള ആ ബെഞ്ചിലിരിക്കുന്നു. എന്നാൽ ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് അവൻ ചുപ്പ് ഹോ രഹാ ഹെ, നിശബ്ദനാവുന്നു. ദൂസരേ ദൃശ്യമേ, 2ാമത്തെ ദൃശ്യത്തിലേക്ക് ധക്കാ ഹുവ യുവക്, ഒരു ക്ഷീണിതനായ യുവാവ് തൻ്റെ നഷ്ട സ്വപ്നങ്ങളെ തലോടുന്ന കാഴ്ചയാണ് കാണുന്നത്. കുച്ചലെ ഹുയെ സപ്പനോങ്കോ സഹൽക്കർ ബെഞ്ച് പർ ബൈഠാ ഹെ. 3ാമത്തെ ദൃശ്യത്തിൽ ഏക്ക് റിട്ടയർഡ് ബൂട്ട, ഒരു റിട്ടയർഡായ വൃദ്ധൻ ഫരി ദോപഹരിമേ, ആ ഉച്ച സമയത്ത് ഹാത്തോം സെ ആങ്കേൻ ടാപ്പുക്കർ സോവ് രഹാ ഹെ, കൈ വെച്ച് രണ്ട് കൈകളും വെച്ച് കണ്ണുകൾ ഇങ്ങനെ അടച്ചിട്ട് മൂടിയിട്ട് ഉറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. 4ാമത്തെ ദൃശ്യത്തിൽ ഒരു പ്രേമ ജോഡികൾ ബെഞ്ചിൽ വന്നിരുന്ന് അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. കവിനെ ദേക്കാക്കി പത്തർ കി ബെഞ്ച് കെ ഇതിഹാസ്, അപ്പോൾ കവി മനസ്സിലാക്കിയത് എന്താ, ഇതിൽ നിന്ന് കല്ല് വെച്ചുണ്ടാക്കിയ ആ ബെഞ്ചിൽ ഇതിഹാസ് മീൻസ് ചരിത്രം, അതിൽ കണ്ണുനീർ തുള്ളികൾ, കണ്ണുനീർ തുള്ളികൾ, ധക്കാന് വിശ്രമം, പ്രേമം മുതലായ അനേകം മാനുഷിക വികാരങ്ങൾ ഈ കല്ല് വെച്ചുണ്ടാക്കിയ ബെഞ്ചിൽ അങ്കിതമായിട്ടുണ്ട്. കവി ആശങ്കിത് ഹോ ജാത്താ ഹെ, അതായത് അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടാവുകയാണ്. എന്താശങ്ക ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആശങ്കിത് ഹോ ജാത്താ ഹെ കി കിസി ദിൻ ഇസ് പത്തർ കി ബെഞ്ച്, ഏതെങ്കിലും ഒരു ദിനം ഈ കല്ല് വെച്ചുള്ള ബെഞ്ചിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അവിടെ ഹത്യാരോം കാ സിൽസില ശുരു ഹോ സക്താ ഹെ. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്, ഈ കൽബെഞ്ച് എത്രയോ മനുഷ്യരുടെ കണ്ണുനീര്, ക്ഷീണവും വിശ്രമവും പ്രേമത്തിൻ്റെ ഓർമ്മകളും അടയാളപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഈ കൽബെഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ ഇനി ചിലപ്പോൾ ഹത്യാരോങ്കി സിൽസില, കൊലപാതകങ്ങളുടെ പരമ്പരയെ ഒരുപക്ഷെ ആരംഭിക്കുമായിരിക്കാം എന്ന് കവി ആശങ്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ചിലപ്പോഴോ ഉസേ ഉഖാഡ് കർ ലേ ജാ സക്താ ഹെ, കവി ഇങ്ങനെയും ആശങ്കപ്പെടുന്നു, ചിലപ്പോൾ ഇതിനെ പിഴുതെറിയാം, ഇതിനെ തല്ലിപ്പൊട്ടിച്ച് തകർക്കുകയും ചെയ്യാം.
कवि को यह नहीं मालूम नहीं है कि सबसे पहले इस पत्थर की बेंच पर कौन आसीन हुआ होगा. കവിക്ക് ഇതും അറിയത്തില്ല ആദ്യമായി ഈ കൽബെഞ്ചിൽ ആരായിരിക്കാം ഇരുന്നിട്ടുള്ളത്. कवि डरता है कि इस पत्थर की बेंच के बारे में अधिकार स्थापित करने के लिए कब लड़ाई शुरू हो जाएगी. കവി ഭയപ്പെടുന്ന എന്താണ് ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ഈ ബെഞ്ചിനെ കുറിച്ച് തർക്കങ്ങൾ മൂത്തിട്ട് ഇതിൽ അധികാരം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴാണ് ഇനി അതിനും ഇവിടെ ഒരു ലഡായി നടക്കുന്നതെന്നും കവി ആശങ്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൽബെഞ്ചും അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും കവിയെ ഉത്കണ്ഠാകുലനാക്കുന്നതായി കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കവിതാംശ് പ്രതീകാത്മക ഹെ. ഈ കവിതാഭാഗങ്ങൾ പ്രതീകാത്മകമായിട്ടുള്ളതാണ്. ധാരാളം സിംബലുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. കവിതാംശ് ഗദ്യ കവിത കി ശൈലി മേ ഹെ. ഗദ്യ കവിതയുടെ ശൈലിയിൽ എഴുതിയതാണിത്. ഭാഷ സരളവും പ്രവാഹമയവുമാണ്. അടുത്തത് സാർവജനിക ജഗഹോം കാ മഹത്വ ലേഖ് ലിഖേ. പബ്ലിക് പ്രോപ്പർട്ടിയെക്കുറിച്ച് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതാനാണ്. സാർവജനിക ജഗഹ് സാമാജികത കാ സംഗ്രാം സ്ഥാൻ ഹെ. ഇപ്പോൾ അതായത് ഈ പബ്ലിക് പ്ലേസുകൾ എന്ന് പറയുന്നത് എല്ലാവരും വന്ന് സംഗമിക്കുന്ന, അതായത് എല്ലാവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ്. അതായത് പാർക്ക്, സമുദ്രതീരങ്ങൾ, പഹാഡ്, ഇതെല്ലാം ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഹമേ ഉസേ സംഭാലന ചാഹിയെ. നമ്മളിത് സംരക്ഷിക്കണം, നശിപ്പിക്കാൻ പാടില്ല. സർക്കാർ की ओर से സാർവജനിക സ്ഥാനവും को संभालने के लिए सदा ध्यान होना चाहिए. സർക്കാർ എന്ത് ചെയ്യണം, ഈ പബ്ലിക് സ്ഥലങ്ങൾ, ഇങ്ങനെയുള്ള പാർക്ക് മുതലായ സ്ഥലങ്ങൾ, അതായത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഇല്ലേ, ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതൽ സർക്കാരിൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവണം. യദി ദൂസരോങ്കെ സുഖദുഃഖ പർ ഹംദർദി ഹേത്തോ. മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളിൽ സഹാനുഭൂതി ഉണ്ടെങ്കിൽ ഇൻകാ സംരക്ഷൺ ജരൂർ ഹോഗ. നമ്മൾ ഇതിനെ തീർച്ചയായും സംരക്ഷിക്കും. സാർവജനിക ജഗഹോം കാ സംരക്ഷൺ കർണ ആജ് അത്യന്ത പ്രാസംഗിക ഹെ. ഈ പബ്ലിക് പ്ലേസുകളൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ് ഇന്നത്തെ യുഗത്തിൽ. യഹ് ഇസ്ലിയേക്ക്, അതെന്തിനാണ് നമ്മളിങ്ങനെ സംരക്ഷിക്കുന്നത്? സാർവജനിക ജഗഹ് ആജ് ഘട്തി ജാ രഹി ഹെ. പബ്ലിക് പ്ലേസുകൾ ഇതെല്ലാം, അതായത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന ആ സ്ഥലങ്ങൾ, അതായത് ഇന്ന് പൊതുസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പൊതുസ്ഥലങ്ങൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥകളെ കണ്ടാലും സാധാരണ മനുഷ്യൻ തന്നെ ശാന്തനാക്കി പ്രതികരിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. അങ്ങനെയല്ല വേണ്ടത്. ഈ പൊതുസ്ഥലങ്ങളൊന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. അത് സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. അപ്പോൾ പത്ഥർ കി ബേഞ്ച് എന്ന ഈ കവിത ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്നായി പഠിച്ചേക്കണം. ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് എന്തായാലും പഠിച്ചു വെച്ചേക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ A+ ഉറപ്പാണ്. നല്ലതുപോലെ ഇത്രയുമെങ്കിലും പഠിച്ചുകൊണ്ട് വേണം പോവാൻ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ക്ലാസ് ശ്രദ്ധാപൂർവം കേട്ടിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും താങ്ക്സ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ലെസണുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.